ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ചധികം ദിവസങ്ങളായി കേട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഓണത്തിന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെയൊക്കെ ചെടിയുടെയൊക്കെ വീഡിയോസും ഞാൻ ഷോർട്സിൽ എന്താ പറയുക ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ എന്നാൽ പോലും വലിയ സെറ്റപ്പോടുകൂടിയൊന്നും എടുത്തിട്ടില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഇത് വന്നിട്ട് 10 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിലാണ് വീട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഗേറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അന്ന് പെട്ടെന്ന് കയറിയത് കൊണ്ട് അതിനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ താമസിക്കുന്നത് ഉമ്മായും അത്തായും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാടും ഉമ്മായും കൂടെ ഉണ്ട്. ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. ഇപ്പം കൂട്ടിന് ഉമ്മാടും ഉമ്മായും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഷെല്ലാർ ഏരിയ ആണ് കേട്ടോ. ഷെല്ലാർ പോർഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ പ്ലാനിനനുസരിച്ച് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും പിന്നെ എന്താ പറയുക മണ്ണിട്ട് നികത്തേണ്ട ആ ഒരു ഇതൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചെയ്തെടുത്തതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൈസയുടെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്താ പറയുക ബ്രദറും വൈഫും ഒക്കെ പുള്ളി സൗദിയിലാണ് കേട്ടോ, സെറ്റിൽഡാണ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന് ഇവിടെ നിന്നാലല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഹാളും കിച്ചൺ കൊടുത്തിട്ടുണ്ട്, ബെഡ്റൂമുണ്ട്. പിന്നെ ആ ഇറങ്ങുന്ന പോർഷനിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ എല്ലാം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈലും പെയിൻറ്റും കൂടെ ഒക്കെ എടുത്താൽ പറ്റാവുന്ന ഒരു കൊച്ചു വീടാക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വീടിനകത്തോട്ട് പോകാം കേട്ടോ. അപ്പം കയറുമ്പോൾ തന്നെ വലിയ ഹാളാണ് കേട്ടോ. നല്ല വലിയ ഹാളാണ്. ഇതിൻ്റെ എന്താ പറയുക ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ബാക്കി വന്ന തടിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ ഒരു പാർട്ടീഷനും എല്ലാം ഈ പാർട്ടീഷനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പിന്നെ ഇതൊരു പോർഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയ ഹാളാണെന്ന്. അപ്പം ഇതാണ് മുകളിലത്തെ നിലയിലോട്ട് പോകുന്ന ആ ഒരു പോർഷനും കാര്യങ്ങളും. അവിടെ അത്യാവശ്യമല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ വാഷ് ഏരിയ ഇതാണ്. ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. ഈ കാണുന്ന അതൊക്കെ നമ്മൾ എന്താ പറയുക ചെയ്തെടുത്തതാണ് കേട്ടോ, ചെയ്യിപ്പിച്ചതാണ് സംഭവം. എന്താ പറയുക വാളിലുള്ള സാധനങ്ങളൊക്കെ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നിസ്കരിക്കുന്ന മുറിയുണ്ട് കേട്ടോ. ഒരു ടാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെയും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നിസ്കരിക്കുന്ന മുറിക്കും നല്ല സ്പേസോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴത്തെ നിലയിൽ തന്നെ 2 മുറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു മുറിയാണ്. ഇനിയൊരു മുറി ഞാൻ വിട്ടുപോയി കേട്ടോ, എടുക്കാൻ പറ്റിയില്ല. ഇത് വന്നിട്ട് കിച്ചണാണ് കേട്ടോ. ഇത് മെയിൻ കിച്ചണാണ്. ഇതിനോട് ചേർന്ന് തന്നെ എന്താ പറയുക കിച്ചണോട് ഒരു പോർഷനിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി സെക്കൻഡ് കിച്ചണുണ്ട്. ഈ സെക്കൻഡിലാണ് ഉമ്മ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഐഡിയ ഇട്ടിട്ടൊക്കെ ചെയ്യാമെന്ന് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഗ്രില്ല് പോർഷൻ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് തുണി എഴുവാനുള്ള സെറ്റപ്പും കല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും വലിയൊരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഈ മുകൾ പോർഷനിൽ ഇങ്ങനെ വന്നിട്ടൊരു ടെക്സ്ചറായിട്ട് ആണ് ആ ബോളിൽ ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ വലിയൊരു ജനലും ഉണ്ട്. പിന്നെ കയറുമ്പോൾ ഇവിടെ ഒരു പോർഷൻ വന്നിട്ട് TV ഇരുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ അത് ഡാമേജ് ആയതുകൊണ്ട് മാറ്റിയതാണ്. പിന്നെ താഴെയാണിപ്പോൾ TV വെച്ചിരിക്കുന്നത്. ഇതൊരു മുറിയാണ്. ഈ മുറിയോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും സ്പേസുള്ള മുറിയാണ്. ഇത് വന്നിട്ട് മുകളിലത്തെ നിലയിലെ 2ാമത്തെ മുറിയാണ് കേട്ടോ. ഇവിടെയും ഇവിടെയാണ് ബ്രദറും എന്താ പറയുക ഫാമിലിയൊക്കെ അവർ വരുമ്പോഴത്തേക്കും കിടക്കുന്ന മുറിയാണ് കേട്ടോ. അപ്പം ഇതും നല്ല സ്പേസാണ്. ഇവിടെ ഇരിക്കുന്ന ഫർണിച്ചറും നമ്മൾ ബാക്കി വന്ന തടിയിൽ ചെയ്തതാണ് കേട്ടോ. ഇത് വന്നിട്ട് അതിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
ഈ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു പോർഷനിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ആ ടി വി ഇരിക്കുന്ന മേളിലത്തെ നിലയിൽ ടി വി ഇരിക്കുന്ന പോർഷനിനോട് ചേർന്ന് തന്നെ ഒരു റൂമും കൂടെ, ഒരു എന്താ പറയുക, ഒരു വാതിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴി ഇറങ്ങുമ്പോഴും ഈ ഒരു പോർഷനിൽ കൂടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും, ഈ ഒരു ഹോളിൽ നിന്നും ഇങ്ങനെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ അപ്പുറത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു തോട്ടമുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ നമുക്കിവിടെ വന്ന് നിന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയൊരു പോർഷനാണ്. പിന്നെ ഇത് വന്നിട്ട് ഓപ്പൺ ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്നും ഈ ഒരു സൈഡിൽ നിന്നും ഇറങ്ങാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ 2 സൈഡായിട്ട് 2 ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പൺ ബാൽക്കണിയിൽ ഇറങ്ങി ഇങ്ങനെ ഒരു കോഫി സെറ്റപ്പ് പോലെ 2 ചെയറും ടേബിളും ഒക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉമ്മായി അത്തായി ആയതുകൊണ്ടാണ് ഇവിടെ മുകളിൽ അങ്ങനെ കയറാറില്ല, വയ്യാത്തവരായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കയറി ഇങ്ങനെ ക്ലീൻ ചെയ്തിടുകയാണ് പതിവ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ, മുകളിലത്തെ നിലയിലെ വ്യൂ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.